കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തു. ആ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണം. ഈ ഫ്രണ്ട് പീസിൻ്റെ ഓപ്പൺ വരുന്ന വശം തേര് വശം നമ്മുടെ വശത്തോട്ട് ചേർത്തിരിക്കണം. ബാക്ക് പീസ് ഇവിടുന്ന് കട്ട് ചെയ്തല്ലേ. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യണം. രണ്ട് തേര് വശം കൂടെ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം ബാക്ക് പീസ് എടുത്ത് ഈ രീതിയിൽ വെക്കണം. കണ്ട, എന്നിട്ട് ഈ ഓപ്പൺ വരുന്ന തേരുവശം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് ഇടണം. ഇത് നമുക്ക് കൊളുത്തുപടി വെക്കുന്നതിന് പകരം 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം ഇതേപോലെ അങ്ങ് താഴോട്ട് ലൈൻ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിനേക്കായാലും ഫ്രണ്ട് എടുക്കുമ്പോൾ 1.5 ഇഞ്ച് നീളം കൂട്ടണം. ബാക്കിനേക്കായാലും ഫ്രണ്ട് എടുക്കുമ്പോൾ 1.5 ഇഞ്ച് നീളം കൂട്ടണം. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എത്രയാണെന്ന് വെച്ചാൽ അത്രയും മതി. ഇത് ഫ്രണ്ട് നെക്കും 6 ഇഞ്ചാണ്. അപ്പോൾ 6 തന്നെ മാർക്ക് ചെയ്യാം. അതേപോലെ ഷേപ്പ് എടുക്കും. എന്നിട്ട് ഷോൾഡറും അതേപോലെ വരച്ച് കൈക്കുഴി അതേപോലെ വരയ്ക്കുക. ഇവിടെ നമുക്ക് ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. നമ്മൾ ടക്കിൻ്റെ വീതി എടുക്കുന്നതനുസരിച്ച് ഇവിടെ ഒരു 1.5 അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഈ ഒരു സൈഡിൽ 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്തതിന് ശേഷം ഈ വണ്ണത്തിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒന്ന് ലൈൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് എടുത്ത് മാറ്റാം. നമ്മൾ നെക്ക് കറക്റ്റായിട്ട് ചേർന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പോയിൻ്റ് വിത്ത് കാണണം. പോയിൻ്റ് വിത്ത് വന്നേക്കുന്നത്, പോയിൻ്റ് വിത്ത് കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് വണ്ണം നമുക്ക് വന്നേക്കുന്നത് 37. 37നെ 10 കൊണ്ട് ഹരിക്കണം. 10ൽ ഒരു ഭാഗം എടുക്കണം. അപ്പോൾ 3.7 വരും. അപ്പോൾ ഇവിടെ നമുക്ക് 3.3 3.75 എടുക്കാം. 3.75 ഒരു പോയിൻ്റ് കൊടുക്കുക. അവിടെ നിന്ന് നേരെ എന്ത് വേണം, പോയിൻ്റ് ലെന്ത് വന്നേക്കുന്നത് 9.5 ആണ്. 9.5 വരുമ്പോൾ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽത്തും പോകണം. അപ്പോൾ 10 എടുക്കാം മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ പോയിൻ്റ് വിത്ത് കണ്ടുപിടിച്ചതിൻ്റെ നേരെ പോയിൻ്റ് ലെന്ത് കണ്ടുപിടിച്ചു. അവിടെ നിന്ന് താഴോട്ട് ആ നീളം വരുന്നത്, ടക്കിൻ്റെ ആ നീളം വരുന്നത് ഇങ്ങനെ ഒരു 3 ഇഞ്ച് താഴോട്ട് വരയ്ക്കുക. കണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് ഇതേപോലെ വരയ്ക്കാം. കണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ടക്ക് പിടിക്കുന്നത് 2.5 പിടിക്കാൻ പോകുന്നത്. ഇവിടുത്തെ മെയിൻ ടക്കിൻ്റെ ആ വീതി എടുക്കുന്നത് 2.5. അപ്പോൾ 2.5 വരുമ്പോൾ 1.25 ഇവിടെ മാർക്ക് ചെയ്യുക. ഇപ്പുറത്തും 1.25 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ടക്കിടും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ഫ്രണ്ട് 1/2 ഇഞ്ച്, ഇവിടെ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പാണ് കേട്ടോ. ഫ്രണ്ട് 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടണം. ഫ്രണ്ട് 1/2 ഇഞ്ച് കുഴിച്ചു വെട്ടുന്നത് ഇവിടുന്ന് ഈ നീളത്തിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ രണ്ടിൻ്റെ കൂടെ നീളം നോക്കണം. 8 ഇഞ്ച് ഉണ്ട്. 8ൻ്റെ പകുതി 4 ഇഞ്ച്. അവിടുന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് 1/2 ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് വെട്ടും ഫ്രണ്ട് ഭാഗം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് ഇവിടെ നമുക്ക്
1 ഇഞ്ച് മുകളിൽ കയറ്റുക. ഈ ഒരു കട്ടിങ്ങിൻ്റെ ഷേപ്പ് എടുക്കാൻ ഇവിടെ 1 ഇഞ്ച് മുകളിൽ കയറ്റുക. മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇവിടുന്ന് നമുക്ക് 1 ഇഞ്ച് മുകളിൽ കയറ്റി മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് 1 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്ത്, എന്നിട്ട് നമ്മൾ ഇതേപോലെ ലൈൻ ചെയ്ത് ആ ഒരു കട്ടിങ് ഷേപ്പ് എടുക്കുക. എന്നിട്ട് ടക്ക് പോയിൻ്റ് കാണുന്നത് ഈ പോയിൻ്റിൽ നിന്ന് ഓരോ 1.5 മാറ്റിയിട്ട് ഇങ്ങോട്ട് ലൈൻ ചെയ്യുക. ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 2.5 മാറ്റിയിട്ട് ഇങ്ങോട്ട് ലൈൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നെക്ക് ഭാഗം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ട് കണ്ടോ, ഷോൾഡർ ഷേപ്പ്, കൈക്കുഴി, വണ്ണം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്ത് കളയണം. അതെന്തിനാന്ന് വെച്ചാൽ കഴുത്തിൻ്റെ അവിടെ ലൂസ് വരാതിരിക്കാൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ടക്കിൻ്റെ ഇവിടെ കൈക്കുടെ ഭാഗത്ത് മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു, ഇത് രണ്ടും മാർക്ക് ചെയ്തല്ലോ. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ കട്ടിങ്ങിൻ്റെ നീളം നോക്കും. കട്ടിങ് പീസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടേക്കുന്നല്ലോ. ഉണ്ടോ, നമുക്ക് വേസ്റ്റ് ഭാഗത്തെ വണ്ണം 32 ആയിരുന്നു. 32ൻ്റെ 4/1 ഭാഗം 8.5 വരും. 32ൻ്റെ 4/1 ഭാഗം 8 വരും. 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ്. അപ്പോൾ നമുക്ക് ആ ഇങ്ങനെ ചരിച്ചു കൊടുക്കണം കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഈ നീളത്തിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറയ്ക്കണം. 1/2 ഇഞ്ച് കുറച്ച് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ നീളം കുറയ്ക്കുക. ഇവിടെ 3/4 ഇഞ്ച് നീളം കുറച്ചിട്ട് ആ ഷേപ്പ് എടുക്കുക. അത് നോക്കിക്കോ. ദേ നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തു. ഇത് നമ്മൾ ടക്ക് പിടിച്ച് വരുമ്പോൾ കറക്റ്റായിരിക്കും. കണ്ടോ, ഇവിടുത്തെ ടക്ക് പിടിച്ച് വരുമ്പോൾ വേസ്റ്റ് ഭാഗത്തിൻ്റെ ഈ ഭാഗത്തിനനുസരിച്ച് കറക്റ്റായിട്ട് നിൽക്കും. അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ.